സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. കനത്ത മഴയിൽ തിരുവനന്തപുരം കുഴിവിളയിലും അരശുമൂടും മുക്കോലയ്ക്കലും ഉള്ളൂരിലും വീടുകളിലും കടകളിലും വെള്ളം കയറി. വഴുതയ്ക്കാട് കലാഭവൻ തിയേറ്ററും വെള്ളത്തിലായി. അട്ടക്കുളങ്ങരയിലും ചാലയിലും കിള്ളിപ്പാലത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനെടുത്ത കുഴികളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഖനന പ്രവർത്തനവും തീരദേശ മലയോര യാത്രയും വിലക്കി. പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം അടച്ചു. മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. കാസർഗോഡ് കരിന്തളത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. പത്തനംതിട്ട റാന്നി മാടമണ്ണിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി ബസ്സിന് മുകളിലേക്ക് വീണു. തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. അതിന് മുൻപ് ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ് ചേരുകയാണ്. പ്രിൻസ്, ഇടുക്കിയിൽ നേരത്തെ റെഡ് അലർട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. തൽസ്ഥിതി തുടരുകയാണോ? മഴ ഇപ്പോൾ എങ്ങനെയുണ്ട്? നിലവിൽ ഇടുക്കിയിൽ ശാന്തമായ ഒരു കാലാവസ്ഥയാണ്. രാവിലെയൊക്കെ മഴയുടെ സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പൂർണ്ണമായും മിക്ക പ്രദേശങ്ങളിലും തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇടവിട്ട ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പോലും കാര്യമായ ഒരു മഴ മേഖലയിലില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ വിവിധ പ്രദേശങ്ങളിൽ ലഭിച്ചിരുന്നു. ഈ ജാഗ്രതയും ഒക്കെ തുടരുകയാണ്. 2 ദിവസത്തേക്കാണ് ഇവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം രാത്രികാല യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ ശക്തമായ ഒരു മുന്നൊരുക്കങ്ങൾ ജാഗ്രത പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും കൊളുക്കുമലയിലടക്കം ജീപ്പ് സഫാരി DTPC നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പം ജലാശയങ്ങളിലേക്ക് ഇറങ്ങുന്നതും വെള്ളച്ചാട്ടങ്ങളിലേക്ക് പോകുന്നതും പുഴയിലേക്ക് ഇറങ്ങുന്നതും ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. ഖനന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ടൂറിസം മേഖലയിൽ ശക്തമായ ഒരു നിരീക്ഷണം തുടരുന്നുണ്ട്. കാരണം മധ്യവേനൽ അവധി അവസാനിക്കാറായ ദിവസങ്ങളായതോടെ വലിയ തോതിലുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണിക്കൂറുകളോളം നീണ്ട ക്യൂ ഒക്കെയുള്ള തിരക്കുകളൊക്കെ ഉള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ അവധി അവസാനിക്കാറാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ റിസോർട്ടുകളും ട്രക്കിംഗ് അതാണ് പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇടുക്കിയിൽ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് പ്രിൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം വിനോദസഞ്ചാര മേഖലയിലടക്കം ഈ നിരോധനം വന്നത് വലിയ തിരിച്ചടിയാവുകയാണ് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് എന്നും പ്രിൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരത്തെയാണ് കഴിഞ്ഞ ദിവസത്തെ മഴ ഏറ്റവും അധികം ബാധിച്ചതെന്ന് വേണം ഇപ്പോൾ പറയാൻ. പല ഇടങ്ങളും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് വലിയ ദുരിതം ഉണ്ടാക്കി ഈ മഴ. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച് ഇന്ന് പുലർച്ചെ വരെ നീണ്ട മഴയിൽ തലസ്ഥാന നഗരത്തിന്റെ പല ഭാഗങ്ങളും ഈ സ്ഥിതിയിലാണ് ഉള്ളത്. റോഡുകളിൽ അപ്രതീക്ഷിതമായി, അതായത് ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്ന മണക്കാട് മുക്കോലയ്ക്കൽ റോഡാണിത്. ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഈ ദൃശ്യങ്ങൾ അത് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം വെള്ളത്തിനകത്തുകൂടി ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് അകത്തേക്ക് പോകേണ്ട സ്ഥിതിയിലാണ് വാഹന ഉടമകളുള്ളത്. ഈ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ വെള്ളം കയറുന്ന തരത്തിൽ ഇപ്പോൾ ഈ റോഡിലിങ്ങനെ കുളമായി കിടക്കുന്ന സാഹചര്യം. അപ്പൊ കാലാകാലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിനുപരി മണക്കാട് നിന്ന് വരുന്ന വെള്ളം ഇവിടെ വരുന്നു, ഇവിടെ കെട്ടിക്കിടക്കുന്നു. തിരുവനന്തപുരം സിറ്റിയിലുള്ള എല്ലാ വേസ്റ്റ് ചാക്കുകളും, ഹോട്ടൽ വേസ്റ്റുകൾ, കോഴി വേസ്റ്റുകൾ, ഇതെല്ലാം ഇവിടെ രാത്രി കാലങ്ങളിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് ഈ കനാലിലിടും. ഇതിനൊരു സംവിധാനം ചെയ്യണം. ഈ ചാക്ക് കെട്ടുകൾ വന്ന് നാഷണൽ ഹൈവേയിലുള്ള ആ ഓടയിൽ വന്ന് അടഞ്ഞ് വെള്ളം പോകാത്ത അവസ്ഥയാണ്. ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ട്. അത് അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം നഗരസഭയുമൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ ഇടപെടലുകൾ നടക്കാതിരുന്നതാണ് ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഇങ്ങനെയൊരു വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കാലവർഷം എത്താൻ ബാക്കി നിൽക്കുന്നത്. മെയ് 31 കേരള തീരത്തേക്ക് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. സ്വാഭാവികമായി ഏതാണ്ട് 1.5 ആഴ്ച മാത്രം
ബാക്കി നിൽക്കുമ്പോൾ ഈ ഒരു ദിവസം രാത്രി പെയ്ത മഴയിൽ നഗരത്തിന്റെ സ്ഥിതി, ഹൃദയഭാഗത്തിന്റെയൊക്കെ സ്ഥിതി ഇങ്ങനെയാണ് എങ്കിൽ തുടർച്ചയായി മഴ പെയ്യുന്ന ദിവസങ്ങളിൽ എന്താകും സ്ഥിതിയെന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായി സ്കൂളുകൾ കൂടി തുറക്കാൻ പോവുകയാണ്. ഈ മലിനജലമാണ് വീടുകളിലേക്ക് ഇങ്ങനെ ഒഴുകി കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ പ്രദേശവാസികൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ? ഇവിടെ എല്ലാ വർഷവും ചെറിയൊരു മഴ പെയ്താലും ഇവിടെ അത്രയും ഭാഗങ്ങളെല്ലാം വെള്ളക്കെട്ടാണ്. ഈ വെള്ളം അത്രയും ഈ വാടയിലാണ് പോകേണ്ടത്. ഇവിടുന്ന് പോയിട്ടാണ് മറ്റുള്ള അടുത്തങ്ങ് പോകേണ്ടത്. ഇതെല്ലാ വർഷവും ഇവിടെ ഈ വാടകൾ കോരി സൈഡിലിടും. ഈ മണ്ണിനെ തിരിച്ചതിലിരുന്ന് പോകും. ഇത് മഴ പെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം. ഇത് തന്നെയാണ് സ്ഥിതി. നല്ല കനത്ത വെറിയായിരുന്നു, നല്ല കനത്ത വേനലായിരുന്നു. എത്ര കോടി രൂപയാണ് സാങ്ഷൻ ആക്കിയത്? എന്നിട്ട് പോലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 1% നടന്നില്ല എന്നൊരു തെളിവാണ് ഈ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഈ തോട് വൃത്തിയാക്കിയാൽ ഇവിടെ നിന്ന് മാത്രമല്ല ഈ ഒരു 5 വാർഡില് ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ പറ്റും. ഈ വേനൽ മഴ ചെറിയ മഴയേ ഉള്ളൂ. ഈ ചെറിയ മഴയിൽ തന്നെ അപ്പോൾ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആളുകൾ താമസിക്കാൻ ഇവിടെ അവിടെ കണ്ടാൽ കടക്കാരെല്ലാം വീട്ടിലെല്ലാം വെള്ളം കയറി. തോടിന്റെ ആ പായലുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ഈ 5 വാർഡുകളുടെ ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ. അതുപോലെ തന്നെ വേസ്റ്റുകൾ എന്താണ് പോകുന്നതിന്റെ കാരണം എന്താണ്? വെള്ളം. നിങ്ങൾ എങ്ങോട്ടായിരുന്നു പോകേണ്ടത്? ഈസ്റ്റ് പോർട്ട്. ഇനി എങ്ങനെ പോകും? ഏതുവഴി പോകും? തമ്പാനൂർ വഴി അങ്ങോട്ട് അതുവഴി സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ശരി. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ട് എന്ന് അറിയാതെ ഇവിടേക്ക് എത്തുന്ന ഇരുചക്ര വാഹനങ്ങളിലും മറ്റും എത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ എത്തി ഈ വെള്ളക്കെട്ടിന് മുമ്പിൽ സ്തംഭിച്ച് നിന്ന് ഇവിടെ നിന്ന് മടങ്ങി മറ്റൊരു വഴിയായി കിഴക്കേക്കോട്ടയിലേക്ക് പോകേണ്ട സ്ഥിതിയാണ്, അല്ലെ മണക്കാട് ഭാഗത്തേക്ക് പോകേണ്ട സ്ഥിതിയാണുള്ളത്. വളരെ സാഹസികമായ ഒരു ദൌത്യമെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരമൊരു നീക്കമാണ്. ഈ വാഹനങ്ങളിൽ അവിടെ നിന്ന് എവിടെങ്കിലും വെച്ച് ആ വാഹനം ഒന്ന് സ്റ്റോപ്പായാൽ അതിന്റെ എഞ്ചിനുള്ളിൽ വെള്ളം കയറി അത് മുഴുവൻ നിന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനങ്ങൾ അതേ വേഗത്തിൽ ഇവിടേക്ക് ഓടിയെത്തി ഈ തിരമാലകൾ പോലെ വെള്ളം അടിച്ച കടകൾക്കുള്ളിലേക്ക് കയറുന്നത്. കാരണം എവിടെങ്കിലും നിർത്തിയാൽ ആ വാഹനങ്ങൾക്കുള്ളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ വേഗത്തിൽ, പരമാവധി വേഗത്തിൽ ഈ വാഹനങ്ങൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ഇവിടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ഇങ്ങനെയൊരു മഴ. ഇന്നലെ പകൽ വലിയ ചൂടുണ്ടായിരുന്നു. അത് ഇന്ന് പുലർച്ചെയാകുമ്പോഴേക്ക് ഇങ്ങനെയൊരു വെള്ളക്കെട്ടിന് വഴിമാറും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കെടുതിയിലേക്ക് മാറുമെന്ന കാര്യം തലസ്ഥാനവാസികൾ ആരും കരുതിയിരുന്നില്ല. കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ കാലവർഷത്തിന്റെ സമാനമായ മഴവെള്ളക്കെടുതി അത് മുക്കോലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുമ്പോൾ തീരദേശ മേഖലകളിൽ അടക്കം അതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. കാരണം വരുന്ന 3 ദിവസത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത. മലയോര മേഖലകളിലേക്ക് മറ്റുമുള്ള യാത്രകൾക്ക് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നിൽക്കുന്നതിന് ഇടയിലാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടകൾ വൃത്തിയാക്കുന്നതിനുണ്ടായ കാലതാമസം മൂലം വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും മലിനജലം ഇങ്ങനെ ഇരച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പത്തനംതിട്ട പുറമറ്റത്ത് സെമിത്തേരിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞ് മൃതദേഹം പെട്ടിയോടെ പുറത്തുവന്നു. പുറമറ്റം കവുങ്ങുംപ്രയാർ മർത്തോമ പള്ളി സെമിത്തേരിയുടെ മതിലാണ് തകർന്നത്. കല്ലറയ്ക്ക് കേടുപാട് പറ്റിയതായി സമ്മതിച്ച പള്ളി അധികൃതർ ശവപ്പെട്ടി പുറത്തുവന്ന കാര്യം നിഷേധിച്ചു. ശശിനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ശശി, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എന്താണ് പള്ളി അധികൃതർ പറയുന്നത്? ആക്ച്വലി വ്യാഴാഴ്ച ഉണ്ടായ ശക്തമായ മഴയിലാണ് ഇത്തരത്തിൽ പള്ളി സെമിത്തേരിയിലെ ഒരു ഭാഗം ഇടിഞ്ഞ് കല്ലറയ്ക്കൊപ്പം ശവപ്പെട്ടിയും പുറത്തു വന്നത്, മൃതദേഹം അടക്കം പുറത്തു വന്നത്. എന്തായാലും ഈ ശക്തമായ മഴയുടെ ഭാഗത്താണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. ഈ സെമിത്തേരിയുടെ മതിൽ ഭാഗം ഇടിഞ്ഞതിന്റെ ഭാഗത്താണ് ഈ കല്ലറയും ഒപ്പം ഈ ശവപ്പെട്ടി അടക്കം പുറത്തേക്ക് വന്നത്. സമീപത്തെ കല്ലം മേപ്പുറത്ത് കോളനി റോഡിലേക്കാണ് ഇത് വീണത്. അതേസമയം ഇത്തരമൊരു സംഭവം മതിലിടിഞ്ഞത് കാര്യം നടന്നിട്ടുണ്ട്. പക്ഷേ കല്ലറ പൊളിയുകയോ അല്ലെങ്കിൽ ശവം പുറത്തേക്ക് വരികയോ ചെയ്തിട്ടുണ്ടെന്നാണ് പള്ളി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും കവുങ്ങുംപ്രയാർ, അതായത് പത്തനംതിട്ട പുറമറ്റം കവുങ്ങുംപ്രയാർ മർത്തോമ പള്ളി സെമിത്തേരിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കനത്ത മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ സെമിത്തേരിയുടെ മതിൽ ഭാഗം ഇടിയാൻ കാരണമായത്. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
ഉച്ചയ്ക്ക് ശേഷം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, വലിയ മഴ ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ തന്നെ പെയ്തിരുന്നു. ഇനിയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വലിയ മഴ വരുമെന്നാണോ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്? ഏറ്റവും പുതിയ അറിയിപ്പ് എങ്ങനെയാണ്? സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിതീവ്ര മഴ തന്നെ തുടരുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 3 ദിവസം അടുത്ത ദിവസത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പമാണ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിരിക്കുന്നത്. അതിതീവ്രമായ മഴയ്ക്ക് തന്നെയാണ് ഈ എല്ലാ ജില്ലകളിലും സാധ്യത എന്ന മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മിന്നൽ പ്രളയത്തിലേക്ക് തന്നെ വഴിവെക്കാവുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായി മലയോര മേഖലകളിലേക്കും കടലോര മേഖലകളിലേക്കുമുള്ള യാത്രകൾ കർശനമായി നിയന്ത്രിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അതോടൊപ്പമാണ് തിരുവനന്തപുരത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയായ പൊന്മുടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്രക്കാർക്ക് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മലയോര മേഖലകളിലേക്ക് ഈ രാത്രിയിലുള്ള യാത്രകൾ കർശനമായി നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി വരുന്ന 5 ദിവസത്തേക്ക് സംസ്ഥാനത്തിൻ്റെ മിക്കവാറും എല്ലാ ജില്ലകളിലും അതിതീവ്ര മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 31-ാം തീയതിയോടെ കേരള തീരത്തേക്ക് കാലവർഷം എത്തുമെന്ന വിലയിരുത്തലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലുള്ളത്. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ ഇപ്പോൾ അതിശക്തമായ മഴ, വേനൽ മഴയുടെ രൂപത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ തരത്തിൽ മലവെള്ളപ്പാച്ചിൽ എത്താനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ദുരന്ത നിവാരണ സേനയുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. ശരി ഡാൻ.